നമ്മൾ വായിച്ചത് 6-ാമത്തെ സങ്കീർത്തനമാണ്. വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ് 6-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിന്റെ ദാസനായ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന ഗീതമാണ് 6-ാമത്തെ സങ്കീർത്തനം. ഒരുപക്ഷെ ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന പല വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ തളർന്നിരിക്കുന്നു. 3-ാം വാക്യം: എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, ഭ്രമിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ 6-ാമത്തെ വാക്യം: എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ ഭ്രമിച്ചിരിക്കുന്നു, ഞാൻ തകർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ ആരാധനയിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ ദാവീദിനെ പോലെ അവസ്ഥയിലൂടെ തളർച്ചയും ഭ്രമിക്കലും തളരലും ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം: നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന് മുൻപിലാണ് നാം എല്ലാവരും ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. ആ ദൈവ സാന്നിധ്യം ഇന്നും ഈ ആലയത്തിൽ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. സത്യം പറഞ്ഞ ദാവീദ് മരണത്തോട് വളരെ അടുത്തിരിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഈ സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിയും. എന്റെ പ്രാണനും, അങ്ങനെയാണ് വാക്യം വായിക്കുന്നത്, എന്റെ പ്രാണൻ, എന്റെ പ്രാണനെ വിടുവിക്കണമേ. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. അതിന്റെ അർത്ഥം മരണത്തോളം എത്തിയിരിക്കുന്ന ഒരു പ്രയാസം, ഒരു പ്രശ്നം ദാവീദിനെ അടിമുടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ. ആ ഒരു വാക്യമാണ് ഇന്ന് ഞാൻ ധ്യാനിപ്പാനായി ആഗ്രഹിക്കുന്നത്. 2-ാമത്തെ വാക്യം വായിച്ചാട്ട്: യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ. സൗഖ്യമാക്കുന്ന യഹോവ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ യഹോവ റാഫ, സൗഖ്യമാക്കുന്ന യഹോവ. നാം ആരാധിക്കുന്നത് സൗഖ്യമാക്കുന്ന ദൈവമാണ്. യെരമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു: യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ. ഞാൻ ഇന്ന് വളരെ വേഗത്തിൽ ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കണമേ. വളരെ ശാന്തമായി, എനിക്ക് ശബ്ദത്തിന്റെ പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ചില വാക്യങ്ങൾ വളരെ വേഗത്തിൽ വായിച്ച ഈ വേദഭാഗം ഒരുമിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. 17-ാം അധ്യായം 14-ാം വാക്യം: യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ. യെരമ്യാ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് 17-ന്റെ 14 വായിക്കുന്നത്. അതേ പ്രവാചകൻ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 8-ാം അധ്യായം 22-ാമത്തെ വാക്യം, യെരമ്യാ പ്രവചനം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം: ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യരില്ലയോ? എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത്? ഇന്ന് രാവിലെ ദൈവവൈദ്യരെ, ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഇവിടെ വൈദ്യരില്ലെന്നാണോ ചിന്തിക്കുന്നത്? ഇവിടെ വിടുവിക്കാൻ ആരുമില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? യഹോവ വിടുവിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് റാഫയാണ് എന്ന കാര്യം മറക്കരുത്. യഹോവ റാഫ, സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ചിന്തകൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തോടനുബന്ധിച്ച് എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ പ്രിൻസിപ്പിളാണ്. പെന്തക്കോസ്തലിസം വിശ്വസിക്കുന്ന ഒരു വലിയ പ്രിൻസിപ്പിൾ. നമ്മുടെ കർത്താവ് വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നവരാണ്. ദൈവത്തിന് വിടുവിക്കാൻ പറ്റുമോ? ദൈവത്തിന് വിടുവിക്കാൻ പറ്റുമോ? പ്രമാണ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം, വളരെ വേഗത്തിൽ 15-ന്റെ 26: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് നീ അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഇസ്രായേലേ നിനക്ക് വരുത്തുകയില്ല. പിന്നെ
വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അത് വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. വളരെ ശ്രദ്ധിക്കണേ. എനിക്ക് നമ്മൾ ആരാധനയിലേക്കൊക്കെ പോകാൻ സമയമുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഈ ദൂത് വളരെ ശാന്തമായിരിക്കുന്നത് പറഞ്ഞ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഒരു വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടണം. അവിടെ ഉപയോഗിക്കുന്ന ഈ പദം റാഫ, യഹോവ റാഫ. ആ വാക്യം പല ഭാഗത്ത് കാണാൻ പറ്റും. ഞാൻ ആ വാക്യം ഒന്ന് അതിനെ മൂലഭാഷയിൽ ഒന്ന് പോയി പഠിക്കാനിടയായി. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന അർത്ഥത്തിൽ മാത്രം വാക്യം വ്യാഖ്യാനിക്കരുത്. അവിടെ പറയുന്നത് സത്യത്തിൽ മൂലഭാഷയിൽ ഇബ്രായ ഭാഷയിൽ അത് പറയുന്ന ഇങ്ങനെയാണ്: ഞാൻ നിന്റെ ഫിസിഷ്യൻ ആണെന്ന് അതിന്റെ അർത്ഥം. നമ്മളെവിടെ ചെന്നാലും ആളുകൾ ചോദിക്കാറുണ്ടോ, ഡോക്ടേഴ്സ് ഓഫീസിൽ ചെല്ലുമ്പോൾ ചോദിക്കും, പ്രൈമറി ഫിസിഷ്യൻ ഉണ്ടോ? PCP പ്രൈമറി ഫിസിഷ്യൻ ഉണ്ടോ? ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഫിസിഷ്യൻ ഉണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഫിസിഷ്യന് മരുന്ന് കുറിക്കാനേ പറ്റൂ. അവന് ഫാർമസിയിലേക്ക് മരുന്ന് കുറിക്കാം. പക്ഷെ ഈ ഫിസിഷ്യൻ മരുന്ന് കുറിക്കുന്നവനല്ല. അവന്റെ കരം വെച്ച് പിടിപ്പിക്കുന്ന നിന്റെ വൈദ്യനാണെന്നറിയണം. ഇന്ന് പകലത് വിശ്വസിക്കുന്ന ദൈവമക്കളെ, യഹോവ നിന്നെ സൗഖ്യമാക്കും. അത് തിരുവഴുത്തിന്റെ ഉപദേശമാ. യഹോവ സൗഖ്യമാക്കുന്നവനാ. ഏത് രോഗത്തിനും എന്റെ കർത്താവ് മതിയായവനാ. ക്യാൻസറിന് എന്റെ കർത്താവ് മതിയായവനാ. ഹാർട്ട് ഡിസീസിന് എന്റെ യേശു മതിയായവനാ. പ്രഷറിനോ ഷുഗറിനോ എന്റെ യേശു മതിയായവനാ. നിന്റെ സ്പൈനൽ കോഡിന് പ്രശ്നമുണ്ടെങ്കിലും അവന്റെ കരം ഒന്ന് തൊട്ടാ മതി. യേശു സൗഖ്യമാക്കുന്നവനാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇന്ന് രാവിലെ ഈ ആലയത്തിൽ യേശുവിന്റെ നാമത്തുള്ള സൗഖ്യം വ്യാപരിക്കണം. ശരീരത്തിൽ കേടു രോഗവുമായി ആരാധനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആരാധന നടക്കുമ്പോൾ തന്നെ കർത്താവിന്റെ കരം നിന്റെ മേലെ യേശു വെക്കട്ടെ. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ദൈവത്തെ 40 നിമിഷങ്ങൾ ആരാധിക്കട്ടെ. ആരാധനയുടെ ശബ്ദം കുറയണ്ട. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്തോ ജയം. അവൻ നിന്റെ ഫിസിഷ്യനാ. ഇന്ന് രാവിലെ യേശു നിന്റെ ഫിസിഷ്യനാ. നിന്റെ ശരീരത്തിൽ എന്തുമാകട്ടെ, ഇന്ന് മകനെ കരം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകെ. ഇന്ന് മകനത് വിടുതലാകട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിയാരകത്ത് വിടുതൽ സംഭവിക്കട്ടെ. ശരീരത്തിന് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവിന്റെ കരം നമ്മെ തൊടട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ ജയം. ഒരു മനുഷ്യന് കൈവെക്കണ്ട. അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ മുറിഞ്ഞ കരം കൊണ്ട് നമ്മെ തൊട്ടു പിടിപ്പിക്കാൻ എന്റെ കർത്താവിന്റെ കരം മതിയായതാ. ശരീരക്കേടുള്ളതാണെങ്കിൽ ഞാൻ നിന്റെ ഫിസിഷ്യനാ. യഹോവ നിന്നെ സൗഖ്യമാക്കും. അവൻ വിടുവിക്കുന്ന ദൈവമത്രേ. ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകല് ചില ക്രിയകൾ ഈ ആലയത്തിൽ ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ വെറുതെ ഒരു ദൂത് പറയാൻ വന്നതല്ല. കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി എന്നോട് ഇടപെട്ട ദൂത. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പോരാ, ഞാൻ നിന്റെ ഫിസിഷ്യനാ. ദൈവം നിന്റെ ഫിസിഷ്യനാ. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ.
ഈ സൗഖ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വാക്യങ്ങൾ തിരുവെടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ വിശ്വാസമായി ഇന്ന് പകല് പരിണമിക്കണം. 3 വാക്യങ്ങൾ വളരെ പെട്ടെന്ന് വായിച്ചാട്ട്. സങ്കീർത്തനം 41:3, 41:3. മറ്റൊരാളെ സങ്കീർത്തനം 103:3 എടുക്കണം. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. രോഗശയ്യയിൽ ആരും സഹായത്തിനില്ലെന്നല്ല, ശാശ്വതമായ ഒരു കരം രോഗശയ്യയിൽ താങ്ങാനുണ്ട്. 103:3, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? എന്റെ സകല രോഗങ്ങളെയും, ഏത് രോഗവും, സകല രോഗവും, നിന്റെ സകല രോഗവും അവൻ സൗഖ്യമാക്കുന്ന ദൈവ. സകല രോഗവും ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കട്ടെ. നമ്മളിതുവരെ ഒരു ഫിലോസഫി പറയാൻ വന്നതല്ലേ. നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ വചനം ഒന്ന് കയറണം. 107 സങ്കീർത്തനത്തിലൂടെ ഒരു വാക്യം വായിക്കണം. 107:20. വായിച്ചോ. അവൻ തന്റെ വചനത്തെ അയച്ച്. ഇവിടെ ഇരിക്കുന്നവരാണെങ്കിലും ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് വചനം അയക്കും. എത്ര ആയിരക്കണക്കിന് മൈലിന് അപ്പുറത്താണെങ്കിലും അവരുടെ അടുക്കൽ വചനം അയച്ചു വിടുവിക്കാൻ ദൈവം ഇന്ന് പകല് തയ്യാറാ. വചനം അയച്ചു വിടുവിക്കുന്ന ദൈവം, വചനം അയച്ചു വിടുവിക്കുന്ന. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ വചനത്തെ ഹൃദയ വിശാലതയോട് സ്വീകരിക്കുമ്പോൾ ഇന്ന് പകല് വചനത്തെ കൊണ്ട് നമ്മെ രക്ഷിക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം, അവൻ തന്നെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവം, ദീനത്തിൽ കിടക്ക മാറ്റിവരിക്കുന്ന ദൈവം, നമ്മുടെ സകല രോഗത്തെയും എന്റെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിക്കണം. പഴയ ദൈവത്തിൽ ദൈവത്തിന് വിടുതൽ വായിക്കുമ്പോൾ പല വിധത്തിൽ വായിക്കാൻ പറ്റും. അവിടെ പേഴ്സണൽ ഹീലിംഗ് ഉണ്ടായിട്ടുണ്ട്, മാസ് ഹീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പേഴ്സണൽ ഹീലിംഗ്, പല കാര്യങ്ങളിൽ പേഴ്സണൽ ഹീലിംഗിനെ കുറിച്ച് പഴയ നിയമത്തിൽ വായിക്കുന്നു. സമയമെടുത്ത് സംസാരിക്കാൻ കഴിയുന്ന ഒരു വിഷയം പേഴ്സണൽ ഹീലിംഗ്. എലിസയുടെ അവനെയൊക്കെ ശുശ്രൂഷയിൽ മരിച്ചവർ ഉയർക്കുന്ന ചരിത്രം വായിക്കുന്നുണ്ട്. രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നതും തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. പേഴ്സണൽ ഹീലിംഗ്, മാസ് ഹീലിംഗ് എന്നൊക്കെ പറയുമ്പോ ഇസ്രായേൽ ജനം പാമ്പുകടിയേറ്റ് പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ ഒറ്റ വാക്യമുള്ള വിശ്വാസത്തോടെ നോക്കണം. ജനക്കൂട്ടം മുഴുവൻ കടിയേറ്റ് ഒരു വലിയ സമൂഹം മരിച്ചപ്പോ മോശയോട് ദൈവം പറഞ്ഞു, പിച്ചള സർപ്പത്തെ ഉയർത്തണം. ഒരു മാസ് ഹീലിംഗ് ദൈവം നടത്തിയത്. കർത്താവിന്റെ ആത്മാവ് അവരുടെ മധ്യത്തിൽ പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ പഴയ നിയമത്തിൽ വായിക്കുന്ന ഒരു വശം മാസ് ഹീലിംഗ്. ഒരൊറ്റയാളും കടിയേറ്റവൻ അവൻ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവർ അതുപോലെ മരണത്തിന് വിധേയരായില്ല. കർത്താവിന്റെ വിടുതൽ അവർ അനുഭവിച്ചിട്ടുണ്ട്. മാസ് ഹീലിംഗ്. ഞാനെങ്ങനെ പറയുന്ന വാക്യം വായിക്കാനും വിശദീകരിക്കാനും പോയ ഒരുപാട് സമയമെടുക്കും. കുഷ്ഠരോഗികളെ കുറിച്ചൊക്കെ വായിക്കുന്നു, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. എനിക്ക് ദൂതൊന്ന് പകരം പറയണം, ദൈവമക്കളെ വിശ്വസിക്കണം. ഏറ്റവും വലിയ പ്രോമിസ് എന്താണെന്നറിയാം? പഴയ ദൈവത്തിലെ ഏറ്റവും വലിയ പ്രോമിസ് 53-ാം അധ്യായത്തിലാണ്. 3-4 വാക്യം. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 4-5 വാക്യങ്ങൾ വായിച്ചോ. അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. പിന്നെ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അടുത്ത വാക്യം. പഴയ ദൈവത്തിന് ഏറ്റവും വലിയൊരു ദൂത അവന്റെ അടിപ്പടലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പഴയ ദൈവത്തെ പറഞ്ഞ ആ വാക്യത്തിന്റെ പൂർത്തീകരണം സംഭവിച്ച പുതിയ നിയമത്തിലാണ്. അപ്പൊ ഞാൻ ആ പഴയ നിയമം അങ്ങ് വിട്ടിട്ട് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതൊക്കെ സമയമുണ്ടെങ്കിൽ പിന്നീട് പഠിക്കാം. ഇന്നൊരു സങ്കീർത്തന ധ്യാനമല്ലേ, പുതിയ നിയമത്തിലേക്ക് ഞാൻ വരികയാണ്.
അവ പഴയ നിയമത്തിലെ ആ ഒരു ദൂത് നിവർത്തിക്കപ്പെടുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്. നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് വരണം. പുതിയ നിയമത്തിൽ പരസ്യ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ സൗഖ്യത്തിന്റെ ഒരു പ്രത്യേകത, തന്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗം സമയവും കർത്താവ് രോഗികളെ സൗഖ്യമാക്കാൻ ഉപയോഗിച്ചു. ഭൂരിഭാഗം സമയം യേശുവിന്റെ അടുക്കൽ വന്ന രോഗികളെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുവാൻ ഉപയോഗിച്ചു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം, ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ച് ശ്രദ്ധിക്കണം, ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിരുന്നു. എവിടെ ചെന്നാലും ജനത്തുള്ള സകല രോഗികളെയും സകല വ്യാധികളെയും കർത്താവ് സൗഖ്യമാക്കി. ബ്ലഡ് ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു സഹോദരി യേശുവിന്റെ അടുക്ക് വന്നില്ലേ? 12 വർഷം ഉണ്ടായിരുന്ന മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തു, രക്ഷയില്ല. ഒടുവിൽ അവൾ തീരുമാനിച്ചു യേശുവിനെ തൊടണം, യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടാ മതി. അവള് വന്നു, ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി കരം നീട്ടി വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തെ തൊടാൻ ശ്രമിച്ച ആ സഹോദരിയുടെ മേൽ കർത്താവിന്റെ സൗഖ്യം, ആമേൻ, ഒരു അത്ഭുതമായി സംഭവിച്ചു. നമ്മൾ വായിക്കുന്നു, ആ നിമിഷം ബാധ അവളെ വിട്ടുപോയി. കർത്താവിന്റെ ശുശ്രൂഷയുടെ ഭാഗ കർത്താവ് അവളെ സൗഖ്യമാക്കി. പുതിയ ദൈവത്തിന്റെ ഭാഗത്തേക്ക് ഞാൻ വരുന്നത് ശ്രദ്ധിക്കണം. കർത്താവ് ഒരു ഒറ്റ നിമിഷം കൊണ്ട് അവളെ സൗഖ്യമാക്കി. 12 വർഷങ്ങൾ അവൾ അപമാനിക്കപ്പെട്ടതാ. 12 വർഷം അവൾ അനുഭവിച്ച വേദന, സംഘർഷം, ഭാരം ആർക്കും അറിഞ്ഞുകൂടെ. പക്ഷെ കർത്താവ് അവളെ തൊട്ടു. ഞാൻ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല. എന്റെ മാതാവിന്റെ പിതാവ് ഒരു ശുശ്രൂഷകനായിരുന്നു, ഒരു ഉപദേശിയൻ, പാസ്റ്റർ. ക്യാൻസർ പിടിച്ചാൽ തന്റെ ശരീരം, ലങ്സും ഹാർട്ടൊക്കെ കംപ്ലീറ്റ് മാറി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഈ മനുഷ്യന് കുഴല് പോലെയുള്ളൂ, രക്ഷയില്ല, ജീവിക്കത്തില്ല. അന്നും ഒരാലയത്തിന് അടിത്തറയിട്ട പണി പൂർത്തീകരിക്കാൻ നിൽക്കുകയാണ്. താൻ പോയി സഞ്ചാര സുവിശേഷകനായി പോയി സ്ഥാപിച്ച ഒരു ദൈവസഭ കിടക്കുക, മരണത്തോട് മല്ലടിച്ച് കിടക്കുക. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി തീരാഞ്ഞത് കൊണ്ട് ഈ കിടക്ക വിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന, മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ മനുഷ്യൻ, 74 വയസ്സ്, അദ്ദേഹം എഴുന്നേറ്റ് അടിസ്ഥാനമിട്ട ദൈവസഭയ്ക്ക് പണി പൂർത്തീകരിക്കാൻ തനിക്കുണ്ടായിരുന്ന ഒരു ലൂനയിൽ ഒരു മലയുടെ മുകളിൽ ചെന്ന് ദൈവം തന്നെ ഏൽപ്പിച്ച് അവസാനത്തെ ശുശ്രൂഷയും പണി പൂർത്തീകരിച്ച് ആ ആലയത്തിന് ആരാധന നടത്തി പിറ്റേ ആഴ്ച അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, നിന്റെ ശരീരത്തിന് എന്ത് കേടുണ്ടെങ്കിലും കർത്താവ് നിന്നെ കുറിച്ച് ഉദ്ദേശിച്ച പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് വരെ, ഞാൻ ഇന്ന് പകരം ഊന്നി പറയുക, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ച ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ലോകത്തോട് നീ വിട പറയില്ല. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണെന്ന് അറിഞ്ഞോളണം. ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കാൻ പറ്റും. കിടക്ക വിട്ട് എഴുന്നേൽപ്പിക്കുന്ന ദൈവം. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരുപാട് സംഭവം. ഗദരദേശത്തെ ഒരു സഹോദരിയെ കുറിച്ച്, സഹോദരനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനതൊക്കെ വായിക്കുമ്പോൾ ഡീമൺ പൊസസ്ഡ് ആയ ചരിത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്ര ഭാഗത്തേക്ക് പോകാൻ നമുക്ക് സമയമില്ല, 10 മിനിറ്റേ ഉള്ളൂ. അപ്പൊ കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത സൗഖ്യമാക്കുന്നത്. അപ്പോസ്തലന്മാരെ കർത്താവ് വിട്ടപ്പോഴും എന്നാ പറഞ്ഞു എന്നറിയാമോ? അപ്പോസ്തലന്മാരെ വിട്ടപ്പോഴും കർത്താവ് പറഞ്ഞു രോഗികളെ സൗഖ്യമാക്കണം. വായിച്ചോ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു വിട്ടത് അങ്ങനെയാ. രോഗം ഏതാന്ന് ചോദിച്ചിട്ടില്ല. ക്യാൻസർ ആണോ, ഹാർട്ട് ഡിസീസ് ആണോ, പ്രയാസമാണോ എന്നാ ചോദിച്ചിട്ടില്ല. എന്നാ രോഗി വന്നാലും യേശുവിന്റെ നാമത്തിൽ കൈവച്ചോളണം, അവർക്ക് സൗഖ്യം ഉണ്ടാകുന്ന കർത്താവ് പറഞ്ഞ. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, പിന്നെ മരിച്ചവരെ ഉയർപ്പിപ്പീൻ.
മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരാൽ ഇതൊക്കെ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളെല്ലാം നടക്കും. പിന്നെ എന്റെ നാമത്തിൽ, ഇത് അപ്പോസ്തലന്മാരെ പറഞ്ഞയക്കുന്ന കാര്യ, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പിന്നെ അവരെ പുതുഭാഷകളിൽ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അപ്പോസ്തലന്മാരുള്ള ദൈവത്തിന്റെ ദൂത രോഗികളെ സൗഖ്യമാക്കുവീൻ, മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല. അപ്പൊ അതും അപ്പോസ്തലന്മാരുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. പത്രോസ് പോകുമ്പോഴൊക്കെ നിഴല് തട്ടാൻ വേണ്ടി രോഗികളെ വഴിയരികിൽ കിടത്തുന്നു. തിരുവെഴുത്ത് വായിക്കുന്നു, സമയമില്ല വാക്യം വായിക്കാൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു, വഴിയരികിൽ കിടത്തും, നിഴല് തട്ടിയ രോഗി സൗഖ്യ. പത്രോസ് യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയത്തിന്റെ ഗോപുരത്തിലൂടെ ചെല്ലുമ്പോൾ മുടന്തരായ മനുഷ്യരെ കണ്ടു. അവര് പറഞ്ഞു, വെള്ളി പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ യേശുവിന്റെ നാമത്തിൽ നടക്കാം. അതായിരുന്നു അവരുടെ മേലുള്ള ദൈവം കൊടുത്തിയ അധികാരം എന്ന് പറയുന്നത്. ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ലൂക്കോസിന്റെ ചരിത്രത്തിന്റെ ഭാഗമല്ല. അന്ന് ദൈവത്തിന്റെ അഭിഷക്തന്മാരെ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ച ചരിത്രം തിരുവെഴുത്ത് പറയുക. യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ നിമിഷം അവൻ ചാടി എഴുന്നേറ്റു, നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കണം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് പോകുമ്പോൾ അവന്റെ ഉത്തരയ്യം, അവന്റെ റൂമാല് രോഗികൾ മേലിട്ടാൽ സൗഖ്യം വരേണ്ടതിന് എന്ന് വെച്ചാൽ ഈ ദൈവത്തിന്റെ ദാസന്റെ അഭിഷേകമുള്ള കർത്താവിന്റെ ദാസന്റെ മേലുള്ള ഉത്തരീയം ഒരു രോഗിയുടെ മേൽ കൊണ്ടിട്ടാൽ അവന് സൗഖ്യം വരിക. പൗലോസ് കൈവയ്ക്കാനൊന്നും പോയില്ല, അവന്റെ മേലുള്ള ഉത്തരീയം കൊണ്ടിട്ടു, സൗഖ്യ. ആ പൗലോസ് അവരുടെ ശുശ്രൂഷയിൽ നടന്ന കാര്യം. ചേത്തക്കൽ കീവരിച്ചതിനെ കുറിച്ച് വായിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ ഒരു ഭാഗം ഞാൻ ഓർപ്പിക്കട്ടെ. വാളകത്തേക്ക് അദ്ദേഹം റാന്നിയിൽ നിന്ന് നടന്ന് കുന്നംകുളത്തേക്കുള്ള യാത്രയില്ല. വാളകത്ത് വരുമ്പോൾ ഒരു ജനക്കൂട്ടത്തെ കൊണ്ട് അദ്ദേഹം ചെന്ന് നോക്കി, പാമ്പ് കടിച്ച ഒരു അമ്മച്ചി മരിക്കാൻ കിടക്കുക, വിശ്വാസിയ. ആദ്യകാലത്താണെന്ന് ഓർക്കണം, വിശ്വാസികൾ ഇല്ലാത്തൊരു കാലമല്ലേ. ഈ അമ്മച്ചി മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നു, ഇനി ജീവനിലേക്ക് വരില്ല. പുറമെയുള്ള ആളുകൾ മുഴുവൻ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് കൊണ്ട് വീട്ടുകാരെ തല്ലാൻ തയ്യാറായിട്ട് നിൽക്കുക. ചേത്തക്കൽ ഗിവറീച്ചർ വന്നിട്ട് അകത്ത് വന്നിട്ട് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആളുകളെ തിക്കിത്തിരക്കി തല്ലാൻ നിൽക്കുമ്പോ കർത്താവിന്റെ ദാസൻ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ശരീരം മുഴുവൻ നീല നിറമായിട്ട് ഇനി രക്ഷയില്ലെന്ന് എല്ലാവരും വിധിയെഴുതി. അടുത്ത രാവിലെ ആമേൻ ശവമടക്ക് നടത്തുവാൻ ആളുകളെ തയ്യാറാകുമെന്ന് ദൈവത്തിന്റെ ദാസൻ പോയി കരം വെച്ചു. അവിടെ വെച്ച് കരം വെക്കുന്ന നിമിഷം ഈ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വാളക സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ സഭയാ. കർത്താവ് വിടുവിക്കുന്ന ദൈവ. നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ കരം വെച്ചാൽ സൗഖ്യമുണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. നിങ്ങള് രോഗിയാണെങ്കിൽ നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾക്ക് ദൈവ സൗഖ്യം തരുന്നവരാ. വാക്യങ്ങളൊക്കെ അവസാനിപ്പിക്കാനേ പോകിയ സമയം തീരുകയാ. പ്രിയ ജോയികളും സൗമ്യാന്റെ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ ഒരു കസിന്റെ ചരിത്രം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സണിയങ്ങൾ ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നതാ. നാവിന് ക്യാൻസർ വന്ന് നാവ് മുറിച്ചു. ഒരുപാട് പ്രയാസത്തിലൂടെ പോകുമ്പോൾ ഏതാണ്ട് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതിന് 3.5-4 വർഷമായപ്പോൾ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? അവരെ ഇരുത്തുകൊണ്ട് പറയട്ടെ, അവർക്ക് ഈ ചരിത്രം അറിയുന്നോണ്ടാ. ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റില്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് ബ്ലോക്ക്ഡാ. റൈറ്റ് അങ്കിൾ? കംപ്ലീറ്റ് ബ്ലോക്കാ. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്താലോ ആൻജിയോഗ്രാം ചെയ്താലോ ജീവനിലേക്ക് മടക്കി വരത്തില്ല. എനിക്ക് പേടിയൊന്നുമില്ല മാഷേ, 3-4 വർഷം മുമ്പ് കർത്താവിനെ വിടുവിച്ചതാ. ഒരു ദിവസം ഞാൻ ആ കർത്താവിന്റെ ദാസൻ ആരാധനയ്ക്ക് വന്നിരുന്ന് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലൊരു മൂലയ്ക്ക, ലെഫ്റ്റ് സൈഡിൽ ഒരു മൂലയ്ക്ക്
ആരാധനയ്ക്ക് അദ്ദേഹം വന്നിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച കൊണ്ട് പാട്ടുപാടി ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈയല് പറക്കുന്ന പോലെയാ. ആ പ്രിയപ്പെട്ടവൻ കൈ രണ്ടും എടുത്ത് കൈയടിച്ച് ആത്മാവിൽ കുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു. എനിക്ക് അത്ഭുതം തോന്നി. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. തനിക്ക് അപ്പോയിന്റ്മെന്റ് ഉള്ള ദിവസമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടേഴ്സ് ചോദിച്ചു വാട്ട് ഹാപ്പൻ. അദ്ദേഹം പറഞ്ഞു നത്തിങ് ഹാപ്പൻ. ഡോക്ടേഴ്സ് പറഞ്ഞു നിന്റെ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആയ ആർട്ടറിക്ക് പകരം പുതിയ 2 എണ്ണം ഉണ്ടായി വന്നിട്ടുണ്ട്. ദിവസമൊന്നും എടുത്തില്ല, പെട്ടെന്ന് സംഭവിച്ച കാര്യ. മാസം കൊണ്ടും വർഷം കൊണ്ടും നടന്നതല്ല, ഒരാരാധനയിൽ സംഭവിച്ച വിടുതല ഞാൻ പറഞ്ഞേ. അപ്പൊ ആരാധനയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് മകനെ നിന്റെ മേലും കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കുന്നു. വിശ്വസിക്കണം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. ഇന്നും സണ്ണിയങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. കർത്താവ് വിടുവിക്കുന്ന ദൈവ. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയം തീർന്നു. സ്മിത്ത് വിഗിൾസ്വർത്തിന്റെ ചരിത്രത്തിലെ ഒരു ഭാഗം. കർത്താവിന്റെ ദാസൻ ഒരിക്കലും ലെറ്റർ കിട്ടി. മാത്യു എന്ന പേരുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ വളരെ രോഗിയായിട്ട് കിടക്കുകയാണ്. വന്ന് പ്രാർത്ഥിക്കണം. സൈക്കിളിൽ വിഗിൾസ്വർത്ത് ഈ മനുഷ്യൻ പാർക്കുന്ന കുടിലെത്തി, വീട്ടിലെത്തി. അവിടെ വെച്ച് ഈ മനുഷ്യനെ കൊണ്ട് ചരിത്രം ചുരുക്കി പറയാം. അദ്ദേഹത്തിന് അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ദൈവം നിന്നെ സൗഖ്യമാക്കും, നീ വിശ്വസിക്കുന്നോ? അവൻ പറഞ്ഞു യെസ്, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വിഗിൾസ്വർത്ത് വന്നിട്ട് പറഞ്ഞു, മാത്യു, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. അദ്ദേഹത്തിന് ഹാർട്ട് ഡിസീസാണ്, അനങ്ങാൻ പറ്റത്തില്ല, തിരിയാൻ പറ്റത്തില്ല, എഴുന്നേൽക്കാൻ പറ്റില്ല. ഡോക്ടേഴ്സ് നിമിഷങ്ങൾ മാത്രം പറഞ്ഞിരിക്കുന്ന സമയം. വിഗിൾസ്വർത്ത് അദ്ദേഹത്തിന് പറഞ്ഞു, കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും, നീ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു യെസ്, ഐ ഡു ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വിഗിൾസ്വർത്ത് പറഞ്ഞു, മാത്യു, നിന്നെ ഞാൻ വിഗിൾസ്വർത്ത് എഴുന്നേൽപ്പിച്ചെന്ന് പറയരുത്. ഗ്ലോറി ഷുഡ് ഗോ ടു ഗോഡ്. മഹത്വം ദൈവത്തിന് പോകണം. അദ്ദേഹം പറഞ്ഞു യെസ്, ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും, ഞാൻ ദൈവത്തെ സേവിക്കും. വിഗിൾസ്വർത്ത് അദ്ദേഹത്തോട് പിന്നെ പറഞ്ഞത് എങ്ങനെയാ? മാത്യു, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ പോവാ. എന്റെ കൈവച്ച് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്റെ കൈവച്ച് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി വരും. അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി വരും. എനിക്കത് താങ്ങാൻ പറ്റില്ല, നിനക്കത് താങ്ങാൻ പറ്റില്ല, ഇവിടെ നിൽക്കുന്ന ആർക്കും അത് താങ്ങാൻ പറ്റില്ല. നീ തയ്യാറാണെന്ന് ചോദിച്ചു. അനങ്ങാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല. ആ മനസ്സ് ചോദിക്കുക, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും, എനിക്കത് താങ്ങാൻ പറ്റില്ല, നിനക്കത് താങ്ങാൻ പറ്റില്ല, നീ റെഡിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു റെഡിയാന്ന് പറഞ്ഞു. വിഗിൾസ്വർത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു. വിഗിൾസ്വർത്ത് തറയിൽ പോയി. അദ്ദേഹം താഴെ വീണു. അദ്ദേഹം താഴെ വീണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ കട്ടിലേക്ക് കിടന്നവൻ ആടാൻ തുടങ്ങി. കൂടി നിൽക്കുന്നവരൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 15 മിനിറ്റുകൾ അവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കട്ടിലേക്ക് കിടന്നവൻ ചാടിയടിച്ചു. ചാടിയടിച്ചിട്ട് ചരിത്രം പറയും, അദ്ദേഹം കൈ കൊട്ടിക്കൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. ഗ്ലോറി ഗോസ് ടു ഗോഡ്. അവൻ അങ്ങനെയാ പറഞ്ഞത്, മഹത്വം യഹോവയ്ക്കുള്ളത്, എന്റെ ദൈവം എന്നെ രക്ഷിച്ചു. അന്ന് ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ ഇറങ്ങി വന്നു. അവൻ കിടക്ക വിട്ട് എഴുന്നേറ്റു. സൗഖ്യം ഇന്ന് രാവിലെ നടക്കുമോ? ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇന്ന് രാവിലെ ആലയത്തിലിരിക്കുന്ന ദൈവവൈതലേ, ഞാൻ വളരെ ശാന്തമായി ഇതൊരു വിശ്വാസമായി തീരാൻ ഈ ദൂത് ഞാൻ പറഞ്ഞതാ. ഏത് രോഗം നിന്റെ ശരീരത്തിന്റെ മേലുണ്ടെങ്കിലും, ഡോക്ടറോട് പറഞ്ഞാലും ഇല്ലെങ്കിലും, നിന്റെ വീട്ടുകാർ അറിഞ്ഞാലും ഇല്ലെങ്കിലും, ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ സൗഖ്യമാക്കുന്ന ഒരു ഫിസിഷ്യൻ എനിക്കുണ്ട്. എന്റെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവം. ദൈവമക്കളും അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം പറയണം. ഒരാൾ നിങ്ങളുടെ അരികിൽ വന്ന് കരം വെക്കണ്ട. അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇന്ന് പകരം ആടിപ്പഴുതേറ്റ് കരം വെച്ച് എന്റെ കർത്താവ് നമ്മെ വിടുവിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഹല്ലേലൂയ. Oh, we love you, Jesus.
ദൈവമേ, ഇന്ന് രാവിലെ ഈ ആലയത്തിൽ രോഗത്തിന് സൗഖ്യം വരുന്ന ദൈവശക്തി ശക്തിയോടെ വ്യാപരിക്കട്ടെ. രോഗികൾക്ക് നല്ല വൈദ്യനെ ഇന്ന് പകരം കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ. രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. Oh, we love you, Jesus. Oh, രാവിലെ ജനത്തിന് മേലും സൗഖ്യമുണ്ടാകണം. കിടക്ക് വിട്ട് എഴുന്നേൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. മെഡിക്കൽ ഡോക്ടേഴ്സ് പറഞ്ഞ അവരുടെ പ്രഖ്യാപനങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ പ്രിയ സഹോദരി ലോവിസ് എഴുതിയ പാട്ടാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഒരുപാട് പേര് പാടി ആരാധിക്കുന്ന മനോഹരമായ ഒരു ഗാനം. ഇന്നലെ പകല് ദൈവത്തിന്റെ സന്നിധിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസഭ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിപ്പാനിടയായത്. നമുക്ക് ഒരുമിച്ച് പാടി ഒരു നിമിഷം ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ഈ ആരാധനയിൽ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ഏത് കേട് കർത്താവ് സൗഖ്യമാക്കട്ടെ. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മൺകൂടാരത്ത് ദൈവത്തിന് ആത്മാവ് വസിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനമെല്ലാം ഞാൻ വായിച്ച് കേൾപ്പിച്ചതിന്റെ കാരണം വെറുതെ ഒരു പ്രസംഗം നടത്തി തീർക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസം ഭരിക്കുവാൻ ഇടയാകണമെന്ന ആഗ്രഹത്തോടെയാ നാം ഒരുമിച്ച് അല്പനിമിഷം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. സ്വർഗത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഗ്ലോറി ഗോസ് ടു ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകലും ദൈവത്തിന് മഹത്വം വരാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ ഇന്ന് പകലും തയ്യാറാകുമ്പോൾ ഈ ആരാധനയിൽ അദൃശ്യനായ ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടും. ഇന്ന് പകലും നിങ്ങൾ ചലിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ ഹല്ലേലൂയ. യഹോവയാണ്. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ, തന്നാടി പിണർ എനിക്കു സൗഖ്യം. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ എന്നേശുവാണല്ലോ. പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ. പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധ, നീ എന്റെ എല്ലാമാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധ, നീ എന്റെ എല്ലാം ആണല്ലോ. ഞാൻ നിന്നെ എത്ര പേരെന്ന് പകല് വിശ്വാസത്തോടെ പാടും. യഹോവയാണ്. ഞാൻ നിന്നെ ശബ്ദരാനവാസിയാന്തരാധന. യഹോവയാണ്. തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ. ഹല്ലേലൂയ. ഓ തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ, തന്നാടി പിണരാൻ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ വിലയ
രക്തത്താൽ ജയം. ഹല്ലേലൂയ. രാവിലെ ആലയത്തിൽ അത്ഭുതം നടക്കട്ടെ. രോഗിയുടെ മേൽ യേശുവിന്റെ കരമറകട്ടെ. യേശുവിന്റെ കര രോഗിയുടെ മേൽ ഇറങ്ങട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവേ ഒരു വിടുതൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ മഹത്വം ദൈവത്തിന്റെ തേജസ്സാലയത്തിൽ നിറയട്ടെ. ഇന്ന് മകനെ കർത്താവേ, നിന്റെ ജനം അനുഭവിക്കുന്ന സൗഖ്യം, നിന്റെ ജനം അനുഭവിക്കുന്ന വിടുതൽ യേശുവിന്റെ മഹത്വത്തിനാകട്ടെ. ദൈവമക്കളെല്ലാവരും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. Sandara, Ikana Masiam Taraname, Or Kanadiara Manamo Shaidaradara, Ekatan Jayam, Hallelujah, Glory, Hallelujah, Nagages to the Kadakatave, Ekatan Jayam, Hallelujah. Oh, the Yalbave, with the Mahatomi area to Narayata. Oh, with the Mahatomi area to Narayata. Glory of the Lord may fill this place. Glory of the heavenly God, fill the sanctuary of God. In the name of Jesus, we bless you, Lord. We bless you, Lord. We bless you, Lord.